വെൽക്കം ബാക്ക് ഗൈസ്. ഇത് നമ്മുടെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. ഇതാണ് സഞ്ചാരി, അതായത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഹോട്ടലാണിത്. നമ്മൾ കോയമ്പത്തൂർ പോയി വരുന്ന സമയത്ത് പാലക്കാട് വഴി വരുന്ന സമയത്താണ് ഈ ഹോട്ടൽ കണ്ടത്. അപ്പോൾ ചുമ്മാ ഒന്ന് കയറി. ഇപ്പോൾ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഷോപ്പ് നമുക്കൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മുപ്പത് ആരും നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ മുമ്പിലെടുത്ത് വന്ന് ഫോട്ടോ എടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഇതാണ് കേട്ടോ. അധിക സമയമൊന്നും ആയിട്ടില്ല, ഒരു 1 മന്ത്, മോർ ദാൻ 1 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പം സംഭവം നമ്മൾ കണ്ടപ്പോൾ ഒന്ന് കയറിയെന്ന് വെച്ചു. സംഭവം കൊള്ളാം. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫുഡും കാര്യമെല്ലാം എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ആംബിയൻസൊക്കെ അടിപൊളിയാണ്, നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കയറി എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ആംബിയൻസൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്. പിന്നെ ചിലതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസീവ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ബീഫിൻ്റെ ഒരു എന്താ പറയുക നാടൻ സ്റ്റൈൽ ഉള്ളൊരു കറി. ഇതെന്തായാലും പനീർ, പാലക്കാടൊന്നുമല്ല, ഇത് മിക്സ് വെജ്. പിന്നെ ഇത് ഡ്രാഗൺ ചിക്കൻ. ഇന്ന് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടുതലൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നല്ലൊരു ആംബിയൻസും അത്യാവശ്യം ടേസ്റ്റിയാണ് ഫുഡ്, അത് നമ്മൾ പറയണം. അത്യാവശ്യം ടേസ്റ്റിയൊക്കെ തന്നെയാണ്. അപ്പോൾ വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്.